മദ്യനിർമ്മാണശാല പദ്ധതിയിലും PP കിറ്റ് പർച്ചേസിലും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയും കോൺഗ്രസിനെ രാഷ്ട്രീയമായി കടന്നാക്രമിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം തള്ളിയ മുഖ്യമന്ത്രി ഇനിയും നിക്ഷേപം വന്നാൽ പ്രോത്സാഹിപ്പിക്കുമെന്ന് വ്യക്തമാക്കി. PP കിറ്റ് ഉയർന്ന വിലക്ക് വാങ്ങിയ നടപടിയെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്തു. നിയമസഭയിലെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് വിവാദ വിഷയങ്ങളിന്മേലുള്ള ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. മദ്യനയത്തിൽ പ്രഖ്യാപിച്ചത് പ്രകാരം തീർത്തും സുതാര്യമായാണ് മദ്യനിർമ്മാണശാല അനുവദിക്കാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. മദ്യനയത്തിൽ സുവ്യക്തമായി സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ സർക്കാർ അംഗീകരിച്ച് പ്രഖ്യാപിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളെ ഉണ്ടായിട്ടുള്ളൂ. 600 കോടി നിക്ഷേപമാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത്. പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ 650 പേർക്ക് നേരിട്ടും 2000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ഉറപ്പാക്കാനാവും. നിക്ഷേപ പദ്ധതി സ്വീകരിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും സർക്കാരിൻ്റെ വിവേചനാധികാരമാണ്. ഈ ഘട്ടത്തിൽ പഞ്ചായത്തിനെ കൺസൾട്ട് ചെയ്യില്ല. പദ്ധതി മൂലം ജലക്ഷാമം ഉണ്ടാകുമെന്ന വിമർശനവും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജലം നൽകുന്നത് മഹാപാവമല്ല. കുടിവെള്ളവും ജലസേചനവും ഉറപ്പാക്കി വ്യവസായത്തിനും വെള്ളം കൊടുക്കാം. PP കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന ആക്ഷേപത്തെ കോവിഡ് കാലത്തെ പ്രത്യേക സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ചെറുക്കാൻ ശ്രമിച്ചത്. അടിയന്തര സാഹചര്യത്തിൽ ഒരുക്കേണ്ട ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അത് അടിയന്തര സ്വഭാവത്തോടെ തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ടല്ലോ. അതിനുള്ള നടപടികളാണല്ലോ ആ ഘട്ടത്തിൽ സ്വീകരിച്ചത്. കുറഞ്ഞ തുകയ്ക്ക് 10,000 PP കിറ്റിന്റെ കരാർ നിലനിൽക്കുമ്പോൾ ഉയർന്ന തുകയ്ക്ക് സാൻഫാർമ എന്ന കമ്പനിയുമായി കരാർ ഏർപ്പെട്ടെന്ന 24 വാർത്തയിലും മുഖ്യമന്ത്രി വിശദീകരണം നൽകി. 2020 ഏപ്രിൽ മാസം 15-ാം തീയതി തദ്ദേശീയമായൊരു സ്ഥാപനം PPE കിറ്റ് കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കാൻ മുന്നോട്ട് വന്നത്. അപ്പോൾ തന്നെ കൂടിയ വിലക്കുള്ള ഓർഡർ ക്യാൻസൽ ചെയ്ത് 37,000 എണ്ണം കുറഞ്ഞ വിലക്ക് വാങ്ങി. ഇതാണ് വസ്തുത. PP കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേട് കണ്ടെത്തിയ CAG റിപ്പോർട്ടിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. കോവിഡ് മഹാമാരിക്ക് മുൻപുള്ള 545 രൂപ എന്ന മാർക്കറ്റ് റേറ്റ് താരതമ്യം ചെയ്ത് കോവിഡ് കൊടുമ്പിരി കൊള്ളുമ്പോൾ പല അസംസ്കൃത വസ്തുക്കളും ലഭ്യമല്ലാതിരുന്ന സമയത്തോ അല്ലെങ്കിൽ ഗതാഗതം, ഇറക്കുമതി എന്നിവ പ്രയാസം വന്ന സമയത്തോ വന്ന വിലവർധന കണക്കിലെടുക്കാതെയാണ് ഇത്തരത്തിൽ പരാമർശം വന്നത്. RSSുമായി ചെങ്ങാത്തമുണ്ടെന്ന ആരോപണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ കുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. CPIM അഴിമതി ജീനിലുള്ള പാർട്ടി എന്ന ചെന്നിത്തല വിമർശനത്തിനും മുഖ്യമന്ത്രി ശക്തമായി പ്രതികരിച്ചു. 24 തിരുവനന്തപുരം.